ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് രാവിലെ നമ്മുടെ വാവയ്ക്ക് കുഞ്ഞിന് തീരെ വയ്യാണ്ടായിട്ട് അവൾ രാവിലെ എണീറ്റായിരുന്നു. ഒരു 4:30 ആയപ്പോൾ എണീറ്റിട്ട് ഭയങ്കരമായിട്ട് അവൾക്ക് വൊമിറ്റിംഗ് ആയിരുന്നു. എന്താ സംഭവം എന്നുള്ളത് അറിയത്തില്ല. എന്തോ ഫുഡ് കഴിച്ചത് അവൾക്ക് പിടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ വൊമിറ്റിംഗ് ആണ്. പിന്നെ ഞങ്ങൾ വെച്ചോണ്ടിരുന്നില്ല. ഒരു 4-5 വട്ടത്തേക്ക് വൊമിറ്റ് ചെയ്തപ്പോഴത്തേക്കും നേരെ ഹോസ്പിറ്റലിലോട്ടൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു 4-4:15 ആയപ്പോൾ കുഞ്ഞ് എണീറ്റ് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മണി കഴിഞ്ഞിട്ട് അത് ഓക്കെ ആകത്തോളം ഞങ്ങൾ പിന്നെ നേരെ ഒരുങ്ങി കെട്ടി. അപ്പം നമ്മുടെ മോൻ കിടന്ന് ഉറങ്ങുവാണ്ട് പിന്നെ അവനെ വീട്ടിലിട്ട് ഞങ്ങൾ പൂട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയത്. അപ്പം ഫുള്ളൊരു 5-5:30 പോലും ആയിട്ടില്ല. ആ സമയത്ത് നല്ല ഇരുട്ടും കാര്യങ്ങളും പുറത്തോട്ട് വന്നിട്ട് പിന്നെ കതവൊക്കെ ലോക്ക് ചെയ്ത് ഞങ്ങൾ വണ്ടി എടുത്ത് സൗണ്ടൊന്നും ഇല്ലാതെ, ഇനിയിപ്പോൾ സൗണ്ട് കേട്ട് മോൻ എണീക്കുമൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് സൗണ്ടൊന്നും ഇല്ലാതെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി നിന്നപ്പോഴത്തേക്കും പട്ടികളൊക്കെ കിടന്ന് ഭയങ്കര കുര കേട്ടിട്ട് ഞാൻ പിന്നെ റോഡിലോട്ട് പോലും ഇറങ്ങുന്ന എനിക്കങ്ങ് പേടിയായിരുന്നു. ഇവിടെ ഭയങ്കര പട്ടിശല്യമാണ്. പക്ഷെ ആരെങ്കിലും കടിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഇതുവരെ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. വേറെ പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോഴാണ് ശരിക്കും പട്ടികൾ കടിക്കാനൊക്കെ ചെല്ലുന്നതെന്ന് പറയും. പക്ഷെ ആൾക്കാരുടെ കയ്യിൽ ഇപ്പോൾ ഒരു കമ്പോ വടിയോ കല്ലൊക്കെ പറക്കി എറിയലാണ് ജോലി. അതുകൊണ്ട് പട്ടികളൊന്നും അധികം അടുക്കത്തില്ല. അങ്ങനെ ഇറങ്ങി നിന്നപ്പോഴത്തേക്കും ദാണ്ട് അവിടെ നിന്നെല്ലാം കുരകൾ പട്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഇപ്പോൾ ഒരുപാട് ഇഷ്ടംപോലെ പട്ടികളാണ്. ഇത് എവിടെ നിന്നാണ് എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഞങ്ങൾക്കൊന്നും ശല്യമില്ല. അങ്ങനെ എന്തായാലും കുഞ്ഞിനെയും കൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയത്. മഴയാണോ എന്നറിയത്തില്ല. രാവിലെ നല്ല പൊടിമഴ ഉണ്ടായി. അതിനോടത്ത് നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടവലൊക്കെ എടുത്ത് കുഞ്ഞിനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഇച്ചാനും പിന്നെ നല്ല തണുത്ത് ഇല്ല ഐസ് കട്ട പോലെ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പം മഴയില്ലാണ്ടിട്ട് കൂടി ഇതാ അവസ്ഥയെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം മഴയൊക്കെ ഉണ്ടെങ്കിൽ എന്താ നല്ലത്. എന്നാലും ഞങ്ങൾ പോയപ്പം പൊടിമഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പൊടിച്ച് നിന്നുകൊണ്ട് പിന്നെ വലിയ കാര്യമൊക്കെയില്ല. പിന്നെ ഹെൽമെറ്റ് ഉണ്ടല്ലോ നമ്മുടെ തലയിൽ. അങ്ങനെ ഞങ്ങളങ്ങ് പോയി നമ്മൾ അത്യാഹിത ഭാഗത്തിലോട്ട് എമർജൻസി ആയതുകൊണ്ട് പെട്ടെന്ന് അത്യാഹിത ഭാഗത്തിലോട്ട് കാണിച്ചപ്പോൾ അവർ കയ്യിൽ കുഞ്ഞിന് ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ഷീണമായി പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞ്. അപ്പം യൂറിനും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇത് ട്രിപ്പെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അതും കൂടെ അങ്ങോട്ട് കൊടുത്തായിരുന്നു. കുഞ്ഞിനെ ട്രിപ്പ് ഇടാൻ കൊണ്ടുപോകുന്നതിൻ്റെ ലക്ഷണമാണ്. കുഞ്ഞ് അപ്പോഴത്തേനും നിലവിളിയൊക്കെ തുടങ്ങി, കയ്യിൽ ഇഞ്ചക്ഷൻ കുത്തുന്നെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും. അപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് കുഞ്ഞ് കരയുന്നതുകൊണ്ട് പുള്ളിക്കാരനെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയും കൂടെ വന്നിട്ടാണ് പിന്നെ കുഞ്ഞിൻ്റെ കയ്യിൽ ട്രിപ്പൊക്കെ ഇട്ട് കുത്തി. അപ്പോഴത്തേനങ്ങ് തുടങ്ങി. അത് കണ്ടപ്പോഴത്തേനും അവൾക്കങ്ങ് വിഷമമായി. അയ്യോ കുത്താൻ പോകുന്നതിനൊക്കെ അങ്ങ് കരച്ചിലായിരുന്നു. കാരണം കുത്തി കഴിഞ്ഞപ്പോഴുള്ള സങ്കടമായിരുന്നു വേറെ. പിന്നെ നമ്മളെ കയ്യിൽ തൊടാൻ പോലും അവൾ സമ്മതിക്കത്തില്ല. ഭയങ്കര വിഷമമായിപ്പോയി കുഞ്ഞിൻ്റെ കൈ കുത്തിയതും. പിന്നെ അവർ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാസ് ആയിരിക്കുമല്ലോ എന്ന് അറിയാൻ വേണ്ടി ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അവിടെ വെച്ചിട്ടാണെങ്കിൽ ഒരു മട്ടം ഒന്ന് മോഷനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം വേറൊരു ഡ്രസ്സും കൂടെ എടുത്തുകൊണ്ട് കാര്യമായി. കാരണം എനിക്കറിയാം എന്തെങ്കിലും വരും കുഞ്ഞിൻ്റെ ദേഹത്തൊക്കെ വൊമിറ്റ് ചെയ്യാണ്ട് ഛർദിലും ഇതാണ്ട് വേറെ ഡ്രസ്സും കൂടെ എടുത്താണ്ട് ആൾ ശോകമായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. കയ്യിൽ ഇതും കൂടെ ഇട്ടിട്ട് ഞാനപ്പോൾ ഈ ഫോണും വിളിച്ച് വീഡിയോ എടുക്കുന്നതാണ്. അവൾ ഈ ഒരു ദേഷ്യ ഭാവത്തിൽ എന്നെ നോക്കുന്നത്. എൻ്റെ കയ്യിൽ കുത്തിയിട്ട് ഈ അമ്മ എന്തോ വീഡിയോ എടുക്കുവാണോ എന്നുള്ളൊരു ഭാവത്തിൽ. അപ്പോൾ രാവിലെ ഇട്ടുകൊണ്ട് എനിക്കപ്പോഴത്തേക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും വെയിറ്റ് ചെയ്ത് റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ട് ഡോക്ടറെ കാണിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ കൊടുത്തപ്പോഴത്തേന് ഏകദേശം ഒരു 2.5 മണിക്കൂറായിരുന്നു ഇതെല്ലാം യൂറിനും ബ്ലഡെല്ലാം എടുത്ത് കൊടുക്കാൻ. അപ്പോൾ അതെല്ലാം കൊടുത്ത് കാണിച്ചിട്ടാണ്. അപ്പം നമ്മൾ കാണിച്ച ഡോക്ടറല്ലായിരുന്നു, വേറൊരു ഡോക്ടറായിരുന്നു. പുള്ളിക്കാരെ കാണിച്ച് പിന്നെ മരുന്ന് എഴുതി യൂറിനിലും ബ്ലഡിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഓക്കെയാണ്, നോർമലാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നേരെ കുഞ്ഞിന് പിന്നെ ഇച്ചിരി വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നേരെ നമ്മൾ ഇനി വീട്ടിലോട്ടും പോകണം. അപ്പോൾ നല്ല തിരക്കാണ് രാവിലെ ആകുമ്പം പോകാനായിട്ട്. അപ്പോൾ ഈ റിസൾട്ടിന് വേണ്ടിയാണ് ഇത്രയും സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചായം പിന്നെ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. പുള്ളിക്ക് രാവിലെ ജോലിക്ക് പോകണമായിരുന്നു. അപ്പോൾ രാവിലെ പോയത്. തിരിച്ചു വന്നപ്പോഴത്തേക്കും തുണിയെല്ലാം കൈവിട്ടതെല്ലാം മഴ നനഞ്ഞൊരു കോലമായി. ഇനിയിപ്പോൾ എത്ര ദിവസത്തേക്ക് മഴ കാണുമെന്ന് അറിയത്തില്ല. വെയിലിൻ്റെ ഒരു അംശവും കാണാനില്ല. ഇനിയിപ്പം മഴയായി കഴിഞ്ഞാൽ വീണ്ടും പാടായി. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ടാറ്റ ബൈ ബൈ, സീ യു.